പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഘർഷം കനക്കുകയാണ്. ഇറാൻ അമേരിക്കയിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാനിൽ അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതോടെ പശ്ചിമേഷ്യ ആശങ്കയുടെ മുൾമുനയിൽ എത്തി നിൽക്കുന്നു. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും മിക്ക രാജ്യങ്ങൾക്കിടയിലും സൃഷ്ടിച്ചിരിക്കുന്ന ആശങ്ക ചെറുതല്ല. ഇറാന്റെ ആക്രമണം ഗൾഫ് മേഖലയിൽ പടർന്നു പിടിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായി. സൗദി അറേബ്യയ്ക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയതും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. US-ഇറാൻ യുദ്ധം യമനിലെ ഹൂതികളും സൗദി അറേബ്യയും തമ്മിൽ 2022 മുതൽ നിശ്ചലമായിരുന്ന യുദ്ധത്തിന് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. തുടർന്നുണ്ടായ ഹൂതികളുടെ ചെങ്കടൽ കപ്പൽ ആക്രമണങ്ങൾ കാരണം ചരിത്രത്തിൽ ആദ്യമായി അറേബ്യൻ ഉപദ്വീപിന്റെ ഇരുവശത്തുമുള്ള കടലും കടലിടുക്കും ഒരുപോലെ ഒരേ സമയം ആക്രമണ നിഴലിലായിരിക്കുകയാണ്. വാഷിംഗ്ടണിന്റെ UN അംബാസിഡർ ജൂലൈ 27 വ്യക്തമാക്കിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾക്ക് വീണ്ടും ഒരു അവസരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം സൗഹാർദ്ദപരമായ ചർച്ചകൾ നടക്കുകയാണെന്ന് ട്രംപ് തന്നെ പ്രസ്താവിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞ് ടെഹ്റാൻ ചർച്ചകൾക്ക് അഭ്യർത്ഥിച്ചത് വാഷിംഗ്ടണാണെന്ന് വ്യക്തമാക്കി. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏതൊരു സൈനിക നടപടിയുടെ ഫലത്തിലും തങ്ങളുടെ ചർച്ചാശേഷി മെച്ചപ്പെടുത്തുന്നതിനും മറ്റേയാളുടെ ശേഷി കുറയ്ക്കുന്നതിനുമുള്ള ശ്രമമാണ്. ഒമാനി ജലാശയങ്ങളിലൂടെ ഒരു പുതിയ കപ്പൽച്ചാൽ കൊണ്ടുവരാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ഇറാൻ തള്ളിക്കളയുകയും തങ്ങളുമായി ഏകോപനം നടത്താത്ത കപ്പലുകളെ ലക്ഷ്യമിടുകയും ചെയ്തതിനെ തുടർന്ന് ജൂലൈ ആദ്യം മുതൽ US വീണ്ടും സൈനിക നടപടികൾ ആരംഭിച്ചു. മാർച്ചിലെ യുദ്ധത്തിന് അത്രയും കഠിനമല്ലെങ്കിലും ഹോർമൂസ് കടലിടുക്കിന്റെ സംയുക്ത ഭരണത്തിന് ഇറാന്റെയും ഒമാന്റെയും പങ്കാളിത്തം അനുവദിക്കുന്ന ധാരണാപത്രത്തിലെ ആർട്ടിക്കിൾ 5 നടപ്പിലാക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുന്നതിൽ ആയിരുന്നു ഇതിന്റെ പ്രധാന ശ്രദ്ധ. ഇത് ആണവ ചർച്ചകളിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുമെന്നും കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇവയൊന്നും സംഭവിച്ചില്ല. ഹോർമൂസിലെ ഇറാന്റെ നിയന്ത്രണം തുടരുകയാണ്. ആർട്ടിക്കിൾ 5 നടപ്പിലാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അന്തിമമാക്കുന്നതിന് ടെഹ്റാനും മസ്കറ്റും സാങ്കേതിക ചർച്ചകൾ തുടർന്നിരുന്നു. ജൂലൈ 28 ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനും തമ്മിൽ നടത്തിയ ചർച്ചകൾ വ്യക്തമാക്കുന്നത് പോലെ ഇറാൻ ഈ ചർച്ചകളിൽ സൗദി അറേബ്യയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഉഭയകക്ഷി ആണവോർജ്ജ സഹകരണം ആരംഭിക്കുന്നതിനായി ജൂലൈ 22 സൗദി അറേബ്യ US-മായി 123 കരാറിൽ ഒപ്പുവെച്ചതോടെ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം കൂടുതൽ ശക്തമായതായി ഇറാൻ കരുതുന്നു. സ്വന്തം മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം സൗദിക്ക് ലഭിക്കുകയാണെങ്കിൽ തങ്ങളുടെ സ്വന്തം സമ്പുഷ്ടീകരണ അവകാശങ്ങളുടെ കാര്യത്തിൽ ഇറാൻ മുൻപത്തേക്കാൾ കുറഞ്ഞ വിട്ടുവീഴ്ചകൾ മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ. അതിനാൽ ഇറാന്റെ ശേഷികൾ തൃപ്തികരമായ രീതിയിൽ ക്ഷയിക്കുന്നതുവരെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും ഹോർമൂസിലെ ഇൻഫ്രാസ്ട്രക്ചറുകളെയും വീണ്ടും ആക്രമിക്കാൻ വാഷിംഗ്ടണിനെ പ്രേരിപ്പിച്ചേക്കാം. ഇതുവരെയുള്ള US യുദ്ധലക്ഷ്യങ്ങളുടെ വസ്തുതാപരമായ പരാജയം കണക്കിലെടുക്കുമ്പോൾ ഈ നാശനഷ്ടങ്ങളുടെ അളവുകോൽ അവർ തന്നെ സ്വയം നിർവചിക്കുന്ന ഒന്നായിരിക്കാനാണ് സാധ്യത. US-ഉം ഇറാനും തമ്മിൽ ആവർത്തിച്ചുണ്ടാകുന്ന പോരാട്ടങ്ങളും അവയ്ക്കിടയിലെ താൽക്കാലിക ഇടവേളകളും പ്രമുഖ അറബ് രാജ്യങ്ങളെ ഒരു പഴയ പാഠം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വിദേശ ആയുധങ്ങളെ എത്രത്തോളം ആശ്രയിച്ചാലും സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതും മികച്ച സൈനിക പരിശീലനം നേടുന്നതും ഒഴിവാക്കാനാകാത്ത ദീർഘകാല ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായുള്ള കുവൈറ്റിന്റെ പ്രതിരോധ സഹകരണ കരാർ സൈനിക പരിശീലനം, വിദ്യാഭ്യാസം, ഇന്റലിജൻസ് പങ്കുവയ്ക്കൽ, ലോജിസ്റ്റിക്സ്, പ്രതിരോധ സാങ്കേതികവിദ്യ, ഗവേഷണം, വൈദഗ്ധ്യ കൈമാറ്റം എന്നിവയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2025 സെപ്റ്റംബറിൽ ഒപ്പുവെച്ച സൗദി പാകിസ്ഥാൻ സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് പോലെയല്ല ഈ കരാർ. കാരണം ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ പരസ്പരം പ്രതിരോധിക്കാൻ ഇരുപക്ഷത്തെയും ഇത് ബാധ്യസ്ഥരാക്കുന്നില്ല. എങ്കിലും ആ SMDA കരാർ ഒരു വലിയ മാതൃകയായി വർത്തിക്കുകയും പാകിസ്ഥാനുമായുള്ള പഴയ സഹകരണ ചട്ടക്കൂടിന് കൂടുതൽ വ്യക്തത നൽകാൻ കുവൈത്തിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് പറയാം. പാകിസ്ഥാനുമായുള്ള അറബ് രാജ്യങ്ങളുടെ പ്രധാന ലക്ഷ്യം ഒരു പരസ്പര പ്രതിരോധ കരാറല്ലെന്ന് ഈ കരാർ ഇതിനകം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. SMDA ഒപ്പുവെച്ചതിനു ശേഷം പാകിസ്ഥാൻ ഇറാനെയോ ഹൂതികളെയോ നിയന്ത്രണത്തിലുള്ള യമൻ പ്രദേശങ്ങളെയോ ആക്രമിച്ചിട്ടില്ല. സൗദി അറേബ്യ അഫ്ഗാനിസ്ഥാനെയും ആക്രമിച്ചിട്ടില്ല. മറിച്ച് റിയാദ് നിലവിലെ ഭീഷണികളെ നേരിടാൻ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ സൗദിയുടെ ദീർഘകാല ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് ഉറപ്പുവരുത്താനാണ് SMDA ലക്ഷ്യമിടുന്നത്. കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ദീർഘകാല പ്രതിരോധ പങ്കാളികളെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തിന് മുന്നിൽ ഗൾഫ് ഭൗമരാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. ഇതിനർത്ഥം ഈ ഓരോ രാജ്യങ്ങളും പാകിസ്ഥാനെ വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നതെങ്കിലും ഒരു സുരക്ഷാ പങ്കാളി എന്ന നിലയിലുള്ള പാകിസ്ഥാന്റെ മൂല്യം ഈ അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ മുകളിലാണ്. സാമ്പത്തിക സ്ഥിരതയ്ക്കായി പാകിസ്ഥാൻ ഈ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു എന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഉറപ്പും സ്വാധീനവും നൽകുന്നു.
നൽകുന്നുണ്ട്. സൗദി അധിഷ്ഠിത യമൻ ഭരണകൂടം ഹൂതി നിയന്ത്രണത്തിലുള്ള സന വിമാനത്താവളത്തിൽ ഇറാനിയൻ വിമാനം ഇറങ്ങുന്നത് തടയാനായി ബോംബ് എറിഞ്ഞ ജൂലൈ 14 മുതൽ സൗദി ഹൂതി പോരാട്ടത്തിന്റെ തിരിച്ചുവരവാണ് US-ഇറാൻ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങളിലൊന്ന്. ഇതിന് മറുപടിയായി ഹൂതികൾ സൗദി പ്രദേശത്തേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുകയും ബാബൽ മന്ദേബ് കടലിടുക്കിൽ സൗദി അറേബ്യയ്ക്ക് നേരെ നാവിക ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തു. 2022 വെടിനിർത്തലിനും 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനും ശേഷം ഇതാദ്യമായാണ് ഇത്തരമൊരു നടപടി. ഇതിനു മറുപടിയായി യമന്റെ ലോജിസ്റ്റിക്സ്, വ്യാപാരം, മാനുഷിക സഹായം എന്നിവയുടെ 70% കൈകാര്യം ചെയ്യുന്ന ഹൂതി നിയന്ത്രണത്തിലുള്ള ഹൊദൈദ തുറമുഖത്തെ സൗദി അറേബ്യ ബോംബെറിഞ്ഞു. ഈ നടപടിയാണ് ഹൂതികളുടെ തിരിച്ചടിക്ക് കാരണമായത്. അവർ സൗദി അരാംകോയുടെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുകയും പ്രതിദിനം 4 ലക്ഷം ബാരൽ ശേഷിയുള്ള ജാസാൻ റിഫൈനറി ഭാഗികമായി അടച്ചുപൂട്ടാൻ എണ്ണ ഭീമനായ അരാംകോയെ നിർബന്ധിതരാക്കുകയും ചെയ്തു.